ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾക്ക് ഇന്ന് സ്വാദിഷ്ടമായിട്ടുള്ളൊരു തക്കാളി ചോറ് ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾക്കൊരു പാൻ അടപ്പത്ത് വെച്ചിട്ട് നമ്മൾ കറുകപ്പട്ട, പെരുംജീരകം അങ്ങനെയുള്ള മസാലകളിട്ട് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് രണ്ട് സവാള അരിഞ്ഞ് വെച്ച് നമ്മൾ ചേർത്തിട്ട് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ബ്രൗൺ കളറാവുന്ന വരെ ഇളക്കുക കേട്ടോ. അങ്ങനെ ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ അപ്പോഴത്തേക്കും നമ്മുടെ റൈസ് വേവിക്കാനായിട്ട് ഞാൻ ഊറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. കുറച്ച് ഗ്രീൻ ബീൻസ് ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമ്മൾ വേവിച്ച് ഊറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ സവാള അരിഞ്ഞ് വെച്ചത് നല്ല ബ്രൗൺ കളറാവുന്നവരെ വഴറ്റുക. അങ്ങനെ നന്നായിട്ട് വഴറ്റി വന്ന് കഴിയുമ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ചേർക്കണം കേട്ടോ. അങ്ങനെ നന്നായിട്ട് വഴറ്റി പച്ചമണം മാറുന്നവരെ അതും കൂടെ വഴറ്റിയെടുത്തിട്ട് നമ്മൾ അതിലോട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കും. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ പച്ചമണം മാറുന്ന വരെ ഇളക്കണം. സിമ്മിലാക്കി വെച്ചിട്ട് വേണം കേട്ടോ ഇളക്കാൻ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. അതിന് ശേഷം നമ്മൾ 2 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ തക്കാളിയും കൂടെ ചേർത്തിട്ട് നമ്മൾ വഴറ്റി കൊടുക്കുക. അങ്ങനെ ആ തക്കാളിയും സവാളയും കൂടെ നന്നായിട്ട് മിക്സ് ആവണം കേട്ടോ. അതുവരെ നമ്മൾ വഴറ്റിയെടുക്കണം. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എണ്ണ തെളിഞ്ഞ് വരും കേട്ടോ. അങ്ങനെ ഞാൻ 3 തക്കാളിയുടെ പ്യൂരിയും കൂടെ ഞാൻ അതിനോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് തക്കാളി ചോറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ അതും നമ്മൾ വെളിച്ചെണ്ണ തെളിഞ്ഞ് വരുന്നവരെ നന്നായിട്ട് ആ എണ്ണയിൽ വഴറ്റിയെടുക്കുക. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ റൈസും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ തക്കാളി ചോറ്. പക്ഷേ എൻ്റെ കയ്യിൽ മല്ലിയില ഉണ്ടായിരുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മളിതൊക്കെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ മല്ലിയില ചേർക്കണം. ഞാനപ്പോൾ തൊടിയിൽ ഉള്ള വേപ്പിലയും കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ തക്കാളി ചോറ് റെഡിയായി.